ഹലോ ഗൈസ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്നത് UK ഡ്രൈവിംഗ് തിയറി ടെസ്റ്റിനെ കുറിച്ചാണ്. റീസെൻ്റ്ലി ഞാൻ ആ ടെസ്റ്റ് ക്ലിയർ ചെയ്തു. സോ ഞാൻ വിചാരിച്ചു എന്തുകൊണ്ട് അതിൻ്റെ എക്സ്പീരിയൻസസ് ഞാൻ ഈ ചാനലിലൂടെ ഷെയർ ചെയ്തുവിടാം. സോ ലെറ്റ്സ് ഗെറ്റ് ഇൻ ടു ഇറ്റ്. ഫസ്റ്റ് ഞാൻ സംസാരിക്കാൻ പോകുന്നത് എങ്ങനെ ഈ ടെസ്റ്റ് ബുക്ക് ചെയ്യാം, എന്നിട്ട് ഞാൻ നേരെ എങ്ങനെയാണ് ഞാൻ അതിൻ്റെ റൂട്ടീൻ സെറ്റ് ചെയ്തത്, എന്തൊക്കെയാണ് ഞാൻ റിസോഴ്സസ് യൂസ് ചെയ്തത്, ആൻഡ് ദെൻ എത്ര ടൈം ഞാൻ പ്രിപ്പയർ ചെയ്തു, ആൻഡ് ആ പ്രിപ്പയർ ചെയ്യുന്നതിൻ്റെ റൂട്ടീൻ എന്തൊക്കെയായിരുന്നു, വാട്ട് ആർ ദ ഡൂസ് ആൻഡ് ഡോൺട്സ്, ആൻഡ് ഫൈനലി ടെസ്റ്റിൻ്റെ സമയത്ത് എന്തൊക്കെയാണ് ഞാൻ തെറ്റുകൾ ചെയ്തത് ഇൻ ദ ഫസ്റ്റ് അറ്റംപ്റ്റ്, ആൻഡ് ദെൻ അത് കഴിഞ്ഞിട്ട് എങ്ങനെ അത് പാസ്സാക്കി എന്ന കാര്യങ്ങളൊക്കെ ഞാൻ ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നതായിരിക്കും. സോ ഞാൻ ടെസ്റ്റ് ബുക്ക് ചെയ്യുന്ന സമയത്ത് ഞാൻ UK ഗവൺമെൻറ്റിൻ്റെ ഡ്രൈവിംഗ് ടെസ്റ്റിൻ്റെ ഒരു വെബ്സൈറ്റ് ഉണ്ട്. ആ വെബ്സൈറ്റിലോട്ട് പോയിട്ട് അറൗണ്ട് £23 പേ ചെയ്തിട്ടാണ് ഞാൻ സ്ലോട്ട് ബുക്ക് ചെയ്തത്. സോ യു ക്യാൻ ബുക്ക് ലൈക്ക് 6 months ഇൻ ടു ദ ഫ്യൂച്ചർ, ഐ തിങ്ക് സോ. അപ്പോൾ അതിനനുസരിച്ച് ഞാൻ വിചാരിച്ച ഒരു 2 months ഈസ് ഇനഫ്. അപ്പോൾ 2 months ഗ്യാപ്പ് വെച്ചിട്ടാണ് ഞാൻ എൻ്റെ എക്സാം ഡേറ്റ് ബുക്ക് ചെയ്തത്. സോ ആ ബുക്ക് ചെയ്യുന്നതിന് അറൗണ്ട് £23 കോസ്റ്റായി. ദാറ്റ്സ് ഓൾ. അതിൻ്റെ ഒരു റെസീറ്റ് കിട്ടും. സോ വൺസ് ദ സ്ലോട്ട് ഇസ് ബുക്ക്ഡ്, നമുക്ക് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു ഡെയിലി ഒരു ലേണിംഗ് റൂട്ടീൻ സെറ്റ് ചെയ്യണം. ആ റൂട്ടീൻ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സോ എവറി ഡേ ഞാനിപ്പോൾ ഒരു 9 to 5 ജോബ് ചെയ്യുന്ന ഒരാളാണ് UK. അപ്പോൾ എൻ്റെ വർക്ക് ടൈം കഴിഞ്ഞതിന് ശേഷം ആഫ്റ്റർ 5 o'clock ഞാൻ ഒരു അറൗണ്ട് 1 hour ഞാൻ ലേണിങ്ങിന് വേണ്ടി ബ്ലോക്ക് ചെയ്യും. അപ്പോൾ ഈ 1 hour ബ്ലോക്ക് ചെയ്യുന്ന സമയത്ത് ഐ ട്രൈ ടു അവോയ്ഡ് എനി ഡിസ്ട്രാക്ഷൻസ്. അതായത് ഫോണും TV, ലാപ്ടോപ്പ്, ഗെയിമിങ് അങ്ങനത്തെ എല്ലാ കാര്യങ്ങളും ഞാൻ മാറ്റി വെച്ചിട്ട് ആണ് ഞാൻ ഈ ഒരു 1 hour ബ്ലോക്ക് ഞാൻ ബ്ലോക്ക് ചെയ്യുന്നത്. സോ വൺസ് ദാറ്റ് ഈസ് ഡൺ, പിന്നെ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ സമയത്ത് ഇരുന്ന് പഠിക്കുക, വേറെ ഒന്നും ചെയ്യാനില്ല. അപ്പോൾ ഫസ്റ്റ് അറ്റംപ്റ്റിൽ ഞാൻ ചെയ്തപ്പോൾ ഞാൻ ഈ റൂട്ടീൻ ഫോളോ ചെയ്തില്ലായിരുന്നു. നമുക്ക് തോന്നിയ രീതിയിൽ, അതായത് എനിക്കൊരു മൂഡ് തോന്നുമ്പോൾ ഞാൻ അതിൻ്റെ റിസോഴ്സസ് നോക്കിയിട്ട് അത് പഠിക്കുന്നു. ഒരു നന്നായിട്ട് അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്തു ആ ഹോൾ എക്സാമിന്. ഈസി ആണല്ലോ, MCQ ക്വസ്റ്റ്യൻസ് ആണ്, ബേസിക് ഡ്രൈവിംഗ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും എന്നൊരു തോട്ട് പ്രോസസ്സിലാണ് ഞാൻ ഫസ്റ്റ് അറ്റംപ്റ്റ് കൊടുത്തത്. പോരാത്തതിന് വർക്കിൻ്റെ പ്രഷറും ഉണ്ടായിരുന്നു. 9 to 5 ജോലി ചെയ്യുമ്പോൾ അതിൻ്റെ ആയിട്ടുള്ള പ്രഷറും കാര്യങ്ങളും എല്ലാം ഉണ്ടായിരുന്നു. ഓക്കെ, സോ ഫസ്റ്റ് അറ്റംപ്റ്റ് അങ്ങനെ ഫെയിലായി, ബിക്കോസ് ഞാൻ ശരിക്കും അത് പ്രിപ്പയർ ചെയ്തില്ല. സോ സെക്കൻഡ് ടൈം ഞാനത് ബുക്ക് ചെയ്തപ്പോൾ ഒരു അറൗണ്ട് 2 months ബ്ലോക്കാണ് ഞാനത് എടുത്തത്. 2 months ബ്ലോക്ക് കിട്ടി. സോ ഐ പ്ലാൻഡ് ദിസ് ടൈം അറൗണ്ട്. ഈ 2 months ഞാൻ കലണ്ടറിൽ ആദ്യം തന്നെ ഒരു ആഫ്റ്റർ വർക്ക് 1 hour ഒരു ബ്ലോക്ക്, ഒരു ടൈം ബ്ലോക്ക് സെറ്റ് ചെയ്ത് വെച്ചു. സോ ഈ ടൈം ബ്ലോക്കിൽ ഞാൻ എൻ്റെ UK തിയറി ടെസ്റ്റ് എന്താണ്, എങ്ങനെയാണ് എന്നൊക്കെ ആദ്യം ഫസ്റ്റ് എക്സ്പ്ലോറേഷനാണ്. ChatGPTയിൽ നോക്കി എന്താണ് ഈ ടെസ്റ്റ്, എങ്ങനെയാണ് വരാൻ പോകുന്നത്, എന്തൊക്കെയാണ് ഡൂസ് ആൻഡ് ഡോൺട്സ് എന്നൊക്കെ ഞാൻ അതിനെക്കുറിച്ച് റിസർച്ച് ചെയ്തു. അതിനെക്കുറിച്ച് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പോകുന്നില്ല, അതൊക്കെ നിങ്ങൾക്ക് ഇൻ്റർനെറ്റിൽ വൈഡ്ലി അവൈലബിൾ ആണ്. സോ ജസ്റ്റ് ഇന്നത്തെ കാലത്ത് നമുക്ക് ChatGPT ഒക്കെ ഉണ്ട്. സോ ജസ്റ്റ് ആ ഒരു എക്സ്പ്ലോറേഷൻ നിങ്ങൾ സ്റ്റാർട്ടിൽ ചെയ്യുക, എന്നിട്ട് അതിൻ്റെ എല്ലാ ജനറൽ കാര്യങ്ങളും നിങ്ങൾ മനസ്സിലാക്കിയെടുക്കുക. സോ ദാറ്റ് ഈസ് സ്റ്റെപ്പ് 1. സ്റ്റെപ്പ് 2 എന്ന് പറയുന്നത്, ഞാൻ ആപ്പ് സ്റ്റോറിൽ പോയിട്ട് നമ്മുടെ ഇപ്പോൾ ഞാൻ യൂസ് ചെയ്യുന്ന iOS ആണ്. iOSൽ UK ഡ്രൈവിംഗ് തിയറി ക്വസ്റ്റ്യൻസ് 4-in-1 എന്ന് പറയുന്ന ഒരു പെയ്ഡ് ആപ്പ് ഉണ്ട്. അപ്പോൾ ആ ആപ്പ് അറൗണ്ട് $5.99 ഐ തിങ്ക് അതിൻ്റെ കോസ്റ്റാണ്. 1 time പേയ്മെൻ്റ് ആണ്. അപ്പോൾ ഞാനത് പേ ചെയ്തിട്ട് ആ ആപ്പ് നോക്കിയിട്ടാണ് ഞാൻ ഫുള്ള് പഠിച്ചത്. വേറെ ഒരു റിസോഴ്സസും അങ്ങനെ ഞാൻ ഡീപ്പായിട്ട് പഠിച്ചില്ല. അതിൽ പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ, ആൻഡ് ഇഫ് യു ആർ ഡൂയിങ് ഇറ്റ് വെൽ, നിങ്ങൾക്ക് നിങ്ങളുടെ ടെസ്റ്റ് ക്ലിയർ ചെയ്യാൻ പറ്റുന്നതാണ്. സോ ഞാനും അത് തന്നെ ചെയ്തത്. സോ ഞാൻ ആ ആപ്പ് പർച്ചേസ് ചെയ്തു. ഡെയിലി ഒരു 1 hour ഞാൻ ആ ആപ്പ് യൂസ് ചെയ്തിട്ട് പഠിച്ചു. അറൗണ്ട് 30 minutes ഫോർ MCQs,
തിയറി ക്വസ്റ്റ്യൻസ് ആൻഡ് 30 minutes ഫോർ ഹസാർഡ് പെർസെപ്ഷൻ. അതായിരുന്നു എൻ്റെ റൂട്ടീൻ. സോ ഞാൻ ജോലി കഴിഞ്ഞ് വരുന്നു 5 മണിക്ക്, ഒരു ടീ കോഫി എന്താ വെച്ചാൽ അതൊക്കെ കഴിഞ്ഞിട്ട് ഒരു 7 o'clock to 8 o'clock ഞാൻ ഇരുന്ന് ഫസ്റ്റ് 30 minutes തിയറി പഠിക്കുന്നു, സെക്കൻഡ് 30 minutes ഹസാർഡ് പെർസെപ്ഷൻ പഠിക്കുന്നു. അങ്ങനെ അത് രണ്ടും പഠിച്ചതിന് ശേഷമാണ് ഞാൻ എൻ്റെ ഡേ എൻഡ് ചെയ്യുന്നത്. അപ്പോൾ ഫോർ ദ നെക്സ്റ്റ് 2 months അങ്ങനെ ഒരു റൂട്ടീൻ സെറ്റ് ചെയ്തു. ഡിസിപ്ലിൻ ഫോം ആവാൻ കുറച്ച് സ്ട്രഗിൾ ചെയ്തു. ഇടയ്ക്കിടയ്ക്ക് കുറച്ച് ഡേയ്സ് മിസ്സാവും, അല്ലെങ്കിൽ നമുക്ക് തീരെ എനർജി ഇല്ല, വർക്ക് ചെയ്ത് വരുമ്പോൾ തീരെ എനർജി ഇല്ല, അങ്ങനത്തെയൊക്കെ പ്രശ്നങ്ങൾ വരാറുണ്ട്. അങ്ങനെ വരുമ്പോൾ ട്രൈ യുവർ ബെസ്റ്റ് ടു സ്റ്റിൽ കമ്മിറ്റ് ടു ദാറ്റ് 1 hour. ഇനി 1 hour പറ്റുന്നില്ലെങ്കിൽ ജസ്റ്റ് ടു ചെക്ക് ദ ബോക്സ്. അതായത് നമ്മളൊരു സംഭവം കമ്മിറ്റ് ചെയ്തിട്ടുണ്ട്, അപ്പോൾ ഒരു ബോക്സ് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ജസ്റ്റ് നിങ്ങൾ അറ്റ്ലീസ്റ്റ് ഇപ്പം നമ്മൾ നോർമൽ 30 minutes അറൗണ്ട് 2 to 3 sets ചെയ്യുമ്പോൾ ഇന്ന് എനർജി ഇല്ല, ഇന്ന് തീരെ ഭയങ്കര ടയേർഡാണ് എന്നൊരു ഫീലിംഗ് വരുവാണെങ്കിൽ ഇരിക്കുക, ആപ്പ് ഓപ്പൺ ചെയ്യുക, എന്നിട്ട് ജസ്റ്റ് ഒരു സെറ്റ് ചെയ്യുക. ഒരു സെറ്റ് മീൻസ് 10 to 15 questions ആയിരിക്കും, മേ ബി 20 to 30 questions ആയിരിക്കും. പക്ഷെ അങ്ങനെ അതും പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഡു 10 questions. ഇനി ഏറ്റവും വേഴ്സ്റ്റ് സിറ്റുവേഷൻ ആണെങ്കിൽ ജസ്റ്റ് ഡു 1 question, ജസ്റ്റ് ടു ചെക്ക് ദ ബോക്സ്. അപ്പോൾ അത്രയും നമ്മൾ അതും കമ്മിറ്റ് ചെയ്യാൻ പറ്റുന്നില്ല എന്നാണ് വെച്ചാൽ ദാറ്റ് ഈസ് റിയലി ഡേഞ്ചറസ്. അങ്ങനത്തെ ഒരു സിറ്റുവേഷനിലാണ് ഞാൻ എൻ്റെ ഫസ്റ്റ് അറ്റംപ്റ്റ് ഫെയിലായത്. സോ സെക്കൻഡ് അറ്റംപ്റ്റിൽ നമ്മളോട് ഒരു കമ്മിറ്റ്മെൻറ്റ് കൊടുക്കണം. അതായത് ഞാൻ ഈ എക്സാം പാസ് ചെയ്യും എങ്ങനെയാണെങ്കിലും എന്നൊരു കമ്മിറ്റ്മെൻറ്റ് നമ്മൾ ചെയ്തിട്ട് നമ്മൾ സെറ്റ് ചെയ്ത റൂട്ടീൻ ഫോളോ ചെയ്യണം. ഒരു ഡിസിപ്ലിൻ നമ്മൾ ഇതിനായിട്ട് കൊണ്ടുവരണം. സോ അത് ഞാൻ സെക്കൻഡ് അറ്റംപ്റ്റിൽ ചെയ്തുകൊണ്ടാണ് എൻ്റെ ടെസ്റ്റ് ക്ലിയർ ആയത്. നെക്സ്റ്റ് എന്ന് പറഞ്ഞ റിസോഴ്സസ് ഞാൻ ഓൾറെഡി പറഞ്ഞു. റിസോഴ്സസ് ഞാൻ ആ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്തു, 6 pounds. ആൻഡ് അതിൽ വരുന്ന ക്വസ്റ്റ്യൻസും ഹസാർഡ് പെർസെപ്ഷൻ ടെസ്റ്റൊക്കെ പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് പാസ്സാക്കാവുന്നതാണ്. ഓക്കെ, വൺ തിങ് അബൌട്ട് ഹസാർഡ് പെർസെപ്ഷൻ. ഞാൻ എൻ്റെ ഫസ്റ്റ് അറ്റംപ്റ്റിൽ ഹസാർഡ് പെർസെപ്ഷൻ ചെയ്തപ്പോൾ ഞാൻ ഭയങ്കരമായിട്ട് അതിനെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്തു. ഐ തോട്ട് ലൈക്ക് ഓക്കെ, വീഡിയോയിൽ ഒരു ഹസാർഡ് പെർസെപ്ഷൻ എന്ന് പറയുമ്പോൾ ഒരു വീഡിയോ നിങ്ങളെ കാണിച്ചു തരും, അതിലെന്തെങ്കിലും മിസ്റ്റേക്സ് അല്ലെങ്കിൽ ഹസാർഡ്സ് ഉണ്ടെങ്കിൽ അത് പോയിൻ്റ് ഔട്ട് ചെയ്യണം, അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പോയിൻറ്റ്സ് കിട്ടും. അപ്പോൾ ഫസ്റ്റ് ടൈം അറൗണ്ട് ഞാൻ വളരെ ഓവർ കോൺഫിഡൻ്റ് ആയിരുന്നു അതിൽ. ഓക്കെ, ഇപ്പോൾ എന്തെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ക്ലിക്ക് ചെയ്യുക, മാർക്ക് കിട്ടും. ബട്ട് അത് അത്ര സിമ്പിളല്ല. കാരണം ഒരു വീഡിയോ കാണിക്കും, അതിൽ കുറേ ഇങ്ങനെ മൂവിങ് പാർട്സ് ഉണ്ട്. നമുക്ക് ചിലപ്പോൾ തോന്നും ഈ സംഭവിക്കുന്ന ഒരു ഹസാർഡ് ആണെന്ന്, പക്ഷേ അതിന് ഒരു പോയിൻറ്റേജോ വെയിറ്റേജോ ഉണ്ടാവില്ല, അതൊരു മൈനർ ആയിരിക്കും. ബട്ട് ദർ വിൽ ബി എ മേജർ ഹസാർഡ് ലേറ്റർ ഓൺ. അപ്പോൾ നമ്മൾ ആദ്യം ഇത് ക്ലിക്ക് ചെയ്യും, എന്നിട്ട് അത് കാണുമ്പോൾ അതും ക്ലിക്ക് ചെയ്യും. അങ്ങനെ 3-4 ക്ലിക്സ് കഴിഞ്ഞ് കഴിഞ്ഞാൽ സിസ്റ്റം അതിനെ സ്പാം ക്ലിക്ക് കാറ്റഗറൈസ് ചെയ്യും. അങ്ങനെ നിങ്ങളുടെ ആ ഒരു ഹസാർഡ് വീഡിയോനുള്ള പോയിൻറ്റ്സ് നിങ്ങൾക്ക് നഷ്ടപ്പെടും. സോ ഈ ഹസാർഡ് പെർസെപ്ഷൻ ടെസ്റ്റിൽ മെയിൻ എന്ന് പറയുന്നത് കഴിഞ്ഞാൽ ആക്യുറേറ്റ് ആയിട്ട് ഹസാർഡ് കണ്ടുപിടിച്ച് അതിനെ ടാഗ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ എൻ്റെ സെക്കൻഡ് അറ്റംപ്റ്റിൽ ടെസ്റ്റിന് മുമ്പേ ഞാൻ നന്നായിട്ട് അത് പ്രാക്ടീസ് ചെയ്തു. സോ ആ ആപ്പിൽ നമുക്ക് ഒരു നമ്പർ ഓഫ് വീഡിയോസ് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. ആ വീഡിയോസ് ഡൗൺലോഡ് ചെയ്തിട്ട് കറക്റ്റായിട്ട് പ്രാക്ടീസ് ചെയ്യുക. ഈ വീഡിയോസ് പലതരത്തിലുണ്ട്. സിറ്റിയിൽ ബിൽട്ടപ്പ് റോഡിൽ എങ്ങനെ ഒരു സിനാരിയോ കാണിക്കും, പിന്നെ ഡേ സിനാരിയോസ് ഉണ്ട്, നൈറ്റ് സിനാരിയോസ് ഉണ്ട്, റെയിനി ഡേ സിനാരിയോസ് ഉണ്ട്, പിന്നെ വേഴ്സ്റ്റ് വെതർ കണ്ടീഷൻസ് ലൈക്ക് സ്നോയി ഡേയ്സിൻ്റെ സിനാരിയോ അതിൽ ഉണ്ട്. അങ്ങനെ പല സിനാരിയോസും അതിനകത്ത് കാണിച്ചിട്ടുണ്ട്. അപ്പോൾ അത് ഫുൾ എല്ലാ കാറ്റഗറിയിലെയും വീഡിയോസ് ഡൗൺലോഡ് ചെയ്ത് എല്ലാ ദിവസവും 30 minutes പ്രാക്ടീസ് ചെയ്യണം. ഞാൻ അങ്ങനെയാണ് ചെയ്തത് ഇൻ മൈ സെക്കൻഡ് അറ്റംപ്റ്റ്. ഫസ്റ്റ് അറ്റംപ്റ്റിൽ ഐ വാസ് ജസ്റ്റ് വിങ്ങിങ് ഇറ്റ്. സോ അതുകൊണ്ട് ഫസ്റ്റ് അറ്റംപ്റ്റ് പാളി. സോ സെക്കൻഡ് അറ്റംപ്റ്റിൽ ഞാൻ നന്നായിട്ട് പ്രാക്ടീസ് ചെയ്തു, അതുകൊണ്ടത് പാസ്സായി. ഓക്കെ, സോ പറയാൻ ഉദ്ദേശിക്കുന്നത് ആ 599 ആപ്പ് ഈസ് ഇനഫ്. ബട്ട് നിങ്ങൾക്ക് തോന്നുകയാണ് അത് പോരാ, അതിലും കുറച്ചും കൂടി പ്രിപ്പയർ ചെയ്യണം എന്നാണെങ്കിൽ നമ്മുടെ യു കെ ഗവൺമെൻറ്റിൻ്റെ ഒഫീഷ്യൽ സൈറ്റിൽ നിങ്ങൾക്ക് ഹൈവേ കോഡിൻ്റെ പുസ്തകവും അവരുടെ കോണ്ടൻറ്റ് റിസോഴ്സസ് എല്ലാം അവൈലബിൾ ആണ്. പിന്നെ ദർ ആർ സം യൂട്യൂബ് വീഡിയോസ്. ഞാനത് റെഫർ ചെയ്തില്ല, പക്ഷേ ഞാൻ എക്സ്പ്ലോർ ചെയ്തപ്പോൾ എനിക്കതിൻ്റെ
ക്വാളിറ്റി അത്ര ബെസ്റ്റായിട്ട് തോന്നില്ല, മേ ബി ഐ എം മിസ്സിങ് സംതിങ്. ബട്ട് നിങ്ങൾക്കും അതും എക്സ്പ്ലോർ ചെയ്യാവുന്നതാണ്, അവിടെയും കുറേ കോണ്ടൻറ്റ് നിങ്ങൾക്ക് കിട്ടുന്നതാണ്. പക്ഷേ ഐ ടോട്ടലി ഡിപ്പെൻഡൻറ്റ് ഓൺ ദിസ് പെയ്ഡ് ആപ്പ് ആൻഡ് ഇറ്റ് വർക്ക് ഫോർ മീ. ഓക്കെ, സോ ഇനി നെക്സ്റ്റ് സംസാരിക്കാൻ പോകുന്നത് ദ ഫൈനൽ പോയിൻറ്റ് വിച്ച് ഈസ് നിങ്ങൾ ടെസ്റ്റിലേക്ക് പോകുമ്പോൾ ടെസ്റ്റിന് മുന്നേ, അതായത് ദ ഡേ ഓഫ് ദ ടെസ്റ്റ് റൈറ്റ്, ആ ദിവസം നമ്മൾ അധികം സ്ട്രെസ് എടുക്കാതിരിക്കുക. പ്രിപ്പറേഷൻ ലാസ്റ്റ് മിനിറ്റ് പ്രിപ്പറേഷൻ ചെയ്ത് സ്ട്രെസ് എടുത്ത് നമുക്ക് ആങ്സൈറ്റി കൂട്ടാതിരിക്കാം. യു ഹാവ് പ്രിപ്പയർഡ് ഓൾ ദിസ് ഡേയ്സ് റൈറ്റ്. നമ്മൾ ഒരു റൂട്ടീൻ സെറ്റ് ചെയ്തു, ഡിസിപ്ലിൻ സെറ്റ് ചെയ്തു, ഡെയിലി പ്രാക്ടീസ് ചെയ്തു, 30 മിനിറ്റ്സ് ചെയ്തു. അപ്പോൾ ആ ടെസ്റ്റിൽ തന്നെ നിങ്ങൾക്ക് ലീഡർഷിപ്പ് ബോർഡും സ്കോർ ബോർഡും എല്ലാം കാണിക്കും. ഓക്കെ, സോ അതിനനുസരിച്ച് നിങ്ങൾക്കൊരു ഐഡിയ കിട്ടും നിങ്ങൾ എത്ര പ്രിപ്പയർഡ് ആണെന്ന്. എക്സാമിന് മുന്നേ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇനിയിപ്പോൾ നിങ്ങൾ പ്രാക്ടീസ് ചെയ്ത സമയത്ത് എന്തെങ്കിലുമൊക്കെ ഒരു കോൺസെപ്റ്റ് നിങ്ങൾക്ക് സ്റ്റിൽ എവിടേക്കോ കൺഫ്യൂഷൻസ് ഉണ്ടാവും. അപ്പോൾ അങ്ങനെ കൺഫ്യൂഷൻ ഉള്ള എന്താ പറയുക ടോപ്പിക്സ് മാത്രം ChatGPTയിൽ ടു ആൻഡ് ഫ്രോ ക്വസ്റ്റ്യൻ ആൻസർ എന്ന രീതിയിൽ ചോദിച്ച് നമ്മളത് ക്ലിയർ ചെയ്തെടുക്കണം. ഞാൻ അങ്ങനെയാണ് ചെയ്തത്. എക്സാമിന് തൊട്ട് മുമ്പേ എനിക്കൊരു ഐഡിയ ഉണ്ടായിരുന്നു, ഇന്ന കോൺസെപ്റ്റ്സ് എനിക്ക് ക്ലിയർ അല്ല എന്ന്. അപ്പോൾ ഞാനത് മാത്രം എന്താ പറയുക ChatGPT ആയിട്ട് കോൺവേഴ്സ് ചെയ്ത് ആ കൺഫ്യൂഷൻസൊക്കെ ക്ലിയർ ചെയ്തിട്ടാണ് ഞാൻ എക്സാം അറ്റംപ്റ്റ് ചെയ്തത്. അത് കാരണം എനിക്ക് കുറച്ചും കൂടി ക്ലാരിറ്റി ഉണ്ടായിരുന്നു. ഇംഗ്ലീഷിലെ പല ടേംസ് എനിക്ക് കൺഫ്യൂഷൻസ് ഉണ്ടായിരുന്നു, അതൊക്കെ മാറ്റിയെടുത്തു. അപ്പോൾ എക്സാമിൽ ആ ക്വസ്റ്റ്യൻസ് വരുമ്പോൾ നമുക്കറിയാം, ഓക്കെ ഈ ടേം ഉദ്ദേശിക്കുന്നത് ഇന്ന കാര്യമാണ് എന്ന്. അപ്പോൾ അതിനനുസരിച്ച് ആൻസർ കൊടുത്തു കഴിഞ്ഞാൽ ആക്യുറസി കൂടും. സോ ദാറ്റ് ഈസ് വൺ തിങ് ദാറ്റ് ഐ ഡിഡ്. ഓക്കെ, നെക്സ്റ്റ് പോയിൻ്റ് എന്ന് പറയുന്നത്, നമ്മൾ ഈ ടെസ്റ്റിൻ്റെ MCQ ക്വസ്റ്റ്യൻസ് അറ്റംപ്റ്റ് ചെയ്യുമ്പോൾ എൻ്റെ ഒരു അപ്രോച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഐ ഡു 2 ലെവൽസ്. അതായത് 2 സ്റ്റേജസ് ആണ് ഞാൻ ആൻസർ ചെയ്യുമ്പോൾ. ഒന്നെന്ന് പറഞ്ഞാൽ ഞാൻ സ്പീഡ് റൺ ചെയ്യും. ഫസ്റ്റ് വൺ ഈസ് ദ ഫാസ്റ്റ് റൗണ്ട്. അതായത് ഞാൻ MCQ ക്വസ്റ്റ്യൻസ് ആണെങ്കിൽ ഞാൻ ഓരോ ക്വസ്റ്റ്യൻ റീഡ് ചെയ്യും, അതിൻ്റെ ആൻസർ അറിയാം, ഓക്കെ ആൻസർ ചെയ്യുക, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ റീഡ് ചെയ്യും, ആൻസർ ചെയ്യുക. അത്ര കോൺഫിഡൻ്റ് അല്ല, സോ ദർ ഈസ് എൻ ഓപ്ഷൻ ഫോർ മാർക്ക് ഫോർ റിവ്യൂ. അത് സെലക്ട് ചെയ്തിട്ട് മൂവ് ഓൺ ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. തേർഡ് ക്വസ്റ്റ്യൻ ആൻസർ അറിയില്ല, മാർക്ക് ഫോർ റിവ്യൂ, നെക്സ്റ്റ്. അങ്ങനെ ഞാൻ 50 ക്വസ്റ്റ്യൻസ് ഫുൾ അറ്റംപ്റ്റ് ചെയ്യും ഇൻ ഫാസ്റ്റ് മോഡ്. അതായത് നോട്ട് മോർ ദാൻ 5 to 10 seconds ഓവർ എ ക്വസ്റ്റ്യൻ. ഓക്കെ, ബിക്കോസ് നിങ്ങൾക്ക് ആൻസർ അറിയാമെങ്കിൽ, നിങ്ങൾ കോൺഫിഡൻ്റ് ആണെങ്കിൽ അതിനത്ര ടൈം എടുക്കാൻ പാടില്ല. ആൻസർ അറിയില്ലെങ്കിൽ അതിൽ ടൈം സ്പെൻഡ് ചെയ്യുന്നതിൽ അർത്ഥമില്ല. ഓക്കെ, ജസ്റ്റ് മൂവ് ഓൺ ആൻഡ് attempt as many questions as possible in the first fast mode itself. Like 50 questions attempt ചെയ്യുക, like 50 questions attempt ചെയ്യുക as fast as possible. Confident ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് like get it out of your way, and then നിങ്ങൾക്ക് ബാക്കി വരുന്ന സമയം you can focus on the ലെസ് കോൺഫിഡൻറ്റ് ക്വസ്റ്റ്യൻസ് റൈറ്റ്. ലൈക്ക് നിങ്ങൾക്ക് എന്തെങ്കിലും കൺഫ്യൂഷൻസ് ഉണ്ട് ആ ക്വസ്റ്റ്യനിൽ, അപ്പോൾ അതിന് നിങ്ങൾക്ക് ആക്ച്വലി അഡീഷണൽ ടൈം വേണം ടു റിവ്യൂ ഇറ്റ്, ടു അണ്ടർസ്റ്റാൻഡ് ദാറ്റ് ക്വസ്റ്റ്യൻ ബെറ്റർ, ടു ഫിഗർ ഔട്ട് ആൻ ആൻസർ ആൻഡ് മേക്ക് ഷുവർ ദാറ്റ് ദി ആൻസർ ഇസ് റൈറ്റ്. അപ്പോൾ അതിനായിട്ട് കൂടുതൽ സമയം വേണം. സോ ഞാൻ ആദ്യം എന്താ ചെയ്യുന്നത്, എനിക്കറിയാവുന്ന ക്വസ്റ്റ്യൻസ് ഞാൻ ആദ്യം അറ്റംപ്റ്റ് ചെയ്തിട്ട് അതിനെ സൈഡിലാക്കും. എന്നിട്ട് ഐ വിൽ ഫോക്കസ് ഓൺ ദ 10 to 15 ക്വസ്റ്റ്യൻസ് വെയർ ഐ എം നോട്ട് കോൺഫിഡൻറ്റ് ദാറ്റ് മച്ച്, ആൻഡ് അതിൽ ഞാൻ ഫോക്കസ് ചെയ്തിട്ട് അതിനെ ആൻസർ ചെയ്യാൻ നോക്കും. അപ്പോൾ എൻ്റെ ഒരു അപ്രോച്ച് അതാണ്. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ ഫസ്റ്റ് അറ്റംപ്റ്റിൽ ഞാനത് ട്രൈ ചെയ്തായിരുന്നു, പക്ഷേ എൻ്റെ മിക്ക ക്വസ്റ്റ്യൻസും ഞാൻ കോൺഫിഡൻ്റ് അല്ലായിരുന്നു, കാരണം ദ പ്രിപ്പറേഷൻ ഇറ്റ് സെൽഫ് വാസ് നോട്ട് ഗുഡ്. സെക്കൻഡ് അറ്റംപ്റ്റിൽ ഞാനത് സെയിം അപ്രോച്ച് വീണ്ടും ചെയ്തു, ബട്ട് ദിസ് ടൈം അറൗണ്ട് ഐ വാസ് കോൺഫിഡൻറ്റ് ഫോർ ലൈക്ക് 60 to 70% ഓഫ് മൈ ക്വസ്റ്റ്യൻസ്. അതായത് 60-70% ക്വസ്റ്റ്യൻസ് ഞാൻ കറക്റ്റായിട്ട് ആൻസർ ചെയ്തിട്ട് അതിനെ സൈഡാക്കി. ദെർ വാസ് ലൈക്ക് 30% ഓഫ് ദ ക്വസ്റ്റ്യൻസ് വേർ ഞാൻ അത്ര കോൺഫിഡൻ്റ് അല്ലായിരുന്നു, കാരണം അതിൽ ഓപ്ഷൻസ് വരുന്ന ഭയങ്കര കൺഫ്യൂസിങ് ആണ്. അതായത് സെയിം സെൻറ്റൻസ് ബട്ട് 1-2 ടേംസ് വേറെ ആയിരിക്കും. അപ്പോൾ നമുക്ക് ഒരു കൺഫ്യൂഷൻ വരും അത് വായിക്കുമ്പോൾ. അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് റിവ്യൂ നന്നായിട്ട് ചെയ്യണം, എന്നിട്ട് വേണം ആൻസർ ചെയ്യാൻ. സോ ഞാൻ എൻ്റെ ഒരു പ്രോസസ്സിൽ ഞാൻ അതിന് നന്നായിട്ട് സമയം കൊടുത്തിട്ട് അത് ആൻസർ ചെയ്തിട്ടാണ്
പിന്നെയാണ് ഞാൻ സ്റ്റേജ് 2 ഓഫ് ദ ടെസ്റ്റ് വിച്ച് ഇസ് ഹസാർഡ് പെർസെപ്ഷൻ ടെസ്റ്റ് അതിലേക്ക് പോകുന്നു. സോ ഹസാർഡ് പെർസെപ്ഷൻ നമ്മൾ അറ്റംപ്റ്റ് ചെയ്യുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ എല്ലാ മൂവ്മെൻറ്റ്സിനെയും ഹസാർഡായിട്ട് കണക്ക് കൂട്ടിക്കഴിഞ്ഞാൽ അത് ഒരു ബാഡ് മൂവാണ്. യു വിൽ എൻഡ് അപ്പ് സ്പാം ക്ലിക്കിങ് എവറിത്തിങ്. സോ അത് അവോയ്ഡ് ചെയ്യുക. നിങ്ങൾക്ക് കറക്റ്റ് പ്രാക്ടീസ് നിങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാം എന്ത് മൂവ്മെൻറ്റാണ് ഒരു നോൺ ഹസാർഡ് മൂവ്മെൻറ്റ് ആൻഡ് എന്ത് മൂവ്മെൻറ്റാണ് ഒരു ഹസാർഡ് മൂവ്മെൻറ്റ്. ആ വീഡിയോ നമ്മൾ കണ്ട് നമുക്ക് ശീലമാവും. അപ്പോൾ നമുക്ക് കറക്റ്റായിട്ട് ഗേജ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇതൊരു നോൺ ഹസാർഡ് മൂവ്മെൻ്റ് ആണ്, ഇതൊരു ഹസാർഡസ് മൂവ്മെൻ്റ് ആണ്. അപ്പോൾ നമ്മൾ കറക്റ്റായിട്ട് അതിൽ തന്നെ പോയി ക്ലിക്ക് ചെയ്യും. ദാറ്റ് കംസ് വിത്ത് പ്രാക്ടീസ്. സോ എവറി ഡേ 30 minutes അതിനായിട്ട് മാറ്റി വെക്കുക, അത് പ്രാക്ടീസ് ചെയ്യുക ടിൽ ദ ഡേ ഓഫ് യുവർ എക്സാം. ഓക്കെ, ആൻഡ് ഈ ഹസാർഡ് പെർസെപ്ഷൻ ടെസ്റ്റിൽ ഒരു റൂളുണ്ട്. സ്പാം ക്ലിക്ക് ചെയ്യുന്ന പറഞ്ഞാൽ അവർ ആ ഒരു സിസ്റ്റം ക്യാപ്ചർ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് ഒരു 3 to 4 times ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് ദാറ്റ് വിൽ ടേക്ക് യുവർ റെസ്പോൺസ് ആസ് ഇൻവാലിഡ്. അതൊരു സ്പാം ക്ലിക്കായിട്ട് അവർ കൺസിഡർ ചെയ്യും. അപ്പോൾ ആ ക്വസ്റ്റ്യനുള്ള പോയിൻറ്റ്സ് നിങ്ങൾക്ക് കിട്ടില്ല. ഈവൻ ദോ യു ആർ ക്ലിക്കിംഗ് അറ്റ് ദ റൈറ്റ് ടൈം, ട്രൈ നോട്ട് ടു സ്പാം ക്ലിക്ക് ഇറ്റ്. ലൈക്ക് 1-2 തവണ ക്ലിക്ക് ചെയ്യുക, വിടുക. റൈറ്റ്, ആൻഡ് ഓവർ ദ ലെങ്ത് ഓഫ് ദ വീഡിയോ ട്രൈ ടു കീപ്പ് യുവർ ക്ലിക്സ് ലെസ് ദാൻ 3, I would say. Like 1, 2, 3, that's all. അപ്പോൾ നിങ്ങൾ ഒരു തവണ എന്തൊക്കെയോ കണ്ടു, ക്ലിക്ക്. ഓക്കെ, മെയിൻ സംഭവം വന്നു, ക്ലിക്ക്. തേർഡ് സംഭവം വന്നു, ക്ലിക്ക്. അങ്ങനെ നിങ്ങൾ കറക്റ്റായിട്ട് ആ പാറ്റേൺ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ ദർ ഇസ് എ ഹൈ ചാൻസ് നിങ്ങൾക്ക് നല്ല മാർക്ക് കിട്ടും ഫോർ ദാറ്റ് വീഡിയോ. ലൈക്ക് വൈസ് ദർ ഇസ് ലൈക്ക് 10 questions I guess എന്നാണെന്ന് എനിക്ക് തോന്നുന്നത്. ഞാനൊന്ന് ചെക്ക് ചെയ്യട്ടെ. ഇപ്പോൾ എൻ്റെ എക്സാമിൻ്റെ റിസൾട്ട് നോക്കുവാണെങ്കിൽ, നിങ്ങളിത് നോക്കുവാണെങ്കിൽ എൻ്റെ ക്വസ്റ്റ്യൻ്റെ കാണിക്കുന്നത് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് പാസ് മാർക്ക് ഇസ് 43, യു സ്കോർഡ് 49 out of 50. അപ്പോൾ ഒരെണ്ണം റോങ് ആയി. അപ്പോൾ തിയറിയിൽ മൾട്ടിപ്പിൾ ചോയ്സിൽ ഞാൻ കറക്റ്റായിട്ട് എൻ്റെ പ്രോസസ്സ് വർക്കിംഗ് ആണെന്ന് എനിക്ക് മനസ്സിലായി. കാരണം ഒരു ക്വസ്റ്റിനെ തെറ്റിയുള്ളൂ. On the hazard perception test, your pass mark is 44, you scored 55 out of 75. ഓക്കെ, അപ്പോൾ അവിടെ നിങ്ങൾ ഇത് നോക്കിക്കഴിഞ്ഞാൽ you scored 5 points on the 6th clip, you scored 4 points on 3 clips, you scored 3 on 2 clips, 2 on 1 clip, and you scored 1 on 1 clip. അപ്പം നമ്മുടെ ആ ക്ലിക്ക് ചെയ്യുന്നതിൻ്റെ ഒരു റേഞ്ച് ഉണ്ട്. ആ റേഞ്ചിൽ കറക്റ്റായിട്ട് ക്ലിക്ക് ചെയ്താലേ നിങ്ങൾക്ക് 5 points കിട്ടുള്ളൂ. എത്ര ഡിലേ ആവുന്നോ അത്രയും പോയിൻറ്റ്സ് കുറഞ്ഞു വരും. ഇഫ് യു ആർ ഔട്ട്സൈഡ് ഓഫ് ദ റേഞ്ച് യു ഗെറ്റ് 0 points. ഓക്കെ, അപ്പോൾ ഭാഗ്യത്തിന് എനിക്ക് ഒരു ക്ലിപ്പിൽ പോലും 0 points കിട്ടിയിട്ടില്ല. എല്ലാം ഞാൻ ഒരെണ്ണം കിട്ടിയിട്ടുണ്ടോ? ഇല്ല. ഹസാർഡ് പെർസെപ്ഷനിൽ എല്ലാ അറ്റംപ്റ്റ് ചെയ്തതിലും ഉണ്ട്, പോയിൻറ്റ്സ് ഉണ്ട്, ബട്ട് കുറഞ്ഞിട്ടാണ് വരുന്നത്. സോ 55 സ്കോർ ചെയ്തു, വിച്ച് ഇസ് നോട്ട് ബാഡ്, ബട്ട് കുഡ് ഡു ബെറ്റർ ഐ ഗെസ്. അപ്പോൾ ഈ ടെസ്റ്റ് ഞാൻ പാസ്സായിട്ടുണ്ട്. പിന്നെ വേറെ ഒരെണ്ണമുണ്ട്, അതിൽ ഞാൻ ഫെയിലായിട്ടുണ്ട്. സോ അതും കാണിക്കാം. ഇതാണ് ഫെയിലായ ടെസ്റ്റ്. ഇതിൽ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ എനിക്ക് 43 ആണ് പാസിങ്, അതിൽ എനിക്ക് കിട്ടിയത് 36 ആണ്. ആൻഡ് ഹസാർഡ് പെർസെപ്ഷനിൽ 44 ആണ് വേണ്ടത്, അതിൽ 41 കിട്ടി. സോ ഫോർ ദിസ് ടെസ്റ്റ് ഐ വാസ് നോട്ട് അറ്റ് ഓൾ പ്രിപ്പയർഡ്. ഇറ്റ് വാസ് എ റിയലി ബാഡ് ടെസ്റ്റ് ഫോർ മീ. ഐ മീൻ ഇതാണ് ഓവർ കോൺഫിഡൻസ് ഉണ്ടായിക്കഴിഞ്ഞാൽ ഇതാണ് പ്രശ്നം. You will not prepare well, you won't have a routine or discipline, and then this is the result. Okay, so guys, ഇപ്പോൾ നിങ്ങൾ എൻ്റെ ടെസ്റ്റ് റിസൾട്ട് കണ്ടല്ലോ. സോ ദിസ് ഈസ് ഹൗ ഐ മാനേജ് ടു പാസ് മൈ UK ഡ്രൈവിംഗ് തിയറി ടെസ്റ്റ്. ഇനി ഞാൻ നെക്സ്റ്റ് ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ പ്രാക്ടിക്കൽ സെഷൻസ് ആണ്. സോ അതിനെക്കുറിച്ച് ഞാൻ വേറെ വീഡിയോ സമയമാകുമ്പോൾ ചെയ്യാം. ആൻഡ് ഐ ഹോപ്പ് യു ഫൗണ്ട് സം വാല്യൂ ഫ്രം ദിസ്. അപ്പോൾ നിങ്ങളിപ്പോൾ ടെസ്റ്റ് കൊടുക്കാൻ പോകുന്നുണ്ടെങ്കിൽ ഐ വിഷ് യു ഓൾ ദ ബെസ്റ്റ് ആൻഡ് ഹോപ്പ് യു clear the test with flying colors. Thank you so much.